ഹായ് ഫ്രണ്ട്സ്, വാക്കി ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വില്ലേജ് ടൂറിൻ്റെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും നമ്മളെ നാട് എന്ന് പറയുന്നത് ഒരു 8 ഗ്രാമാണ്. കൂടുതലും തെങ്ങും തോപ്പൊക്കെയുള്ള പ്രദേശമാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ് ഇന്നത്തെ വീഡിയോ. അതായത് കള്ള് ചെത്തും അതുമായി ബന്ധപ്പെട്ട മറ്റു കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ തെങ്ങിൻ്റെ മുകളിൽ കയറി കള്ളെടുക്കുന്നത് എങ്ങനെയാണെന്നും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ രസകരമായ കാഴ്ചകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞത് സുനിയേട്ടനാണ്. നമ്മളിപ്പോൾ സുനിയേട്ടൻ്റെ വീട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സുനിയേട്ടൻ നല്ലൊരു മൃഗസ്നേഹിയും കൂടിയാണെന്ന് തോന്നുന്നു അല്ലേ? അതെ, മുയലും താറാവും അരയനും കോഴിയും ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു പശുക്കുട്ടിയും കൂടി ഇല്ലേ? ഉണ്ട്, അത് ബാക്കിലായിരിക്കും. നമുക്കെന്ന് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ആളിതാ ഇവിടെ ഉണ്ടല്ലോ. എന്നാ പണിയെടുക്കുന്നേനാ? പശുവിനെന്തോ കൊടുക്കുമെന്ന് തോന്നല്ല. ഇന്ന് കള്ളാന്നത്? പശുവിന് കള്ള ഇതാ ചെറുപ്പത്തിൽ അമ്മ മരിച്ചാണ്. അങ്ങനെ ഞാൻ കള്ളു കൊടുക്കും. കണ്ടോ, നല്ലോണം കുടിക്കുന്നത്. അപ്പൊ ഈ മൊത്താവൂല? ഒരു മൊത്തമാവൂല. ഒരു ഗ്ലാസ് കള്ളു കുടിച്ചാൽ അത് മരുന്ന് തുല്യാണ്. വെച്ചും കുടിച്ചല്ല. ഞാൻ അങ്ങ് ആടുന്ന് ഓതനടുത്ത് ഒച്ച വെക്കും. അപ്പുറത്ത് ഒച്ച വെക്കുമ്പോ കളം തുടങ്ങും. കള്ള് കിട്ടിയാലേ സമാധാനമാണ്. എന്താ ഇതിന്റെ പേര്? മണിക്കുട്ടി. 2 മാസം കൊണ്ടുവന്നു. ഇപ്പൊ 5 മാസമായി. ചെള്ളു കൊടുക്കും. അത് എന്നെ കാണുമ്പോ അമ്മ ഇപ്പൊ എന്തെങ്കിലും കൊടുക്കണം. അമ്മേനെ നോക്കി അടുക്കളയിലേക്ക് വരും. അടുക്കളയിലേക്ക് വരുവാ? അല്ല, നിങ്ങൾക്ക് നല്ല തിന്നു. അവളെ തിന്നാതെ ഒന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് കള്ള് ചെത്തുന്നതിൻ്റെ ഉപകരണങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ? ഇതാണ് ചെത്തിൻ്റെ ഉപകരണങ്ങൾ. ഇതിൻ്റെ പേരാണ് പിട്ടൽ എന്ന് പറയും. മരത്തോണ്ട് ആശാരിമാരെ കൊണ്ട് ആക്കുന്നതാണ്. ഇത് കത്തിയിടാൻ ഉപയോഗിക്കുന്നത് പിട്ടൽ. ഇത് പ്ലാസ്റ്റിക്, പണ്ട് ചെമ്പിൻ്റെ ഉണ്ടയാണ്. ഇപ്പോൾ എല്ലാം പുതിയ തലമുറ വരുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ടയായി. ഇത് പ്ലാസ്റ്റിക് ഉണ്ട് ഇപ്പോഴത്തെ പുതിയ തലമുറേൻ്റെ. ചെമ്പിൻ്റെ ഉണ്ട ഉപയോഗിച്ചാലെന്ന് വെച്ചാൽ കൂടുതൽ പഴകുമ്പം നമ്മുടെ വിരലിനെല്ലാം കുയിനകം വരും. അതുകൊണ്ട് അതാണ് ഇപ്പം പ്ലാസ്റ്റിക്കിൻ്റെ ഉപകരണങ്ങൾ ആക്കിയത്. പിന്നെ ഉണ്ടയിൽ വെള്ളം ഒഴിക്കാനും പിന്നെ കുരുന്ന്, നമ്മുടെ കൊലക്കുരക്കുന്ന കുരുന്ന്, കൊല കഴുകണം. എപ്പം കൊല കഴുകാൻ വേണ്ടിയിട്ടും ഇത് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ മട്ടൽ കെട്ടാൻ മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കയറ് പണിക്കാറാക്കുന്നതാണ്. മട്ടൽ കെട്ടുന്ന കയറായത്. ഈ കയറ് മട്ടലിന് കെട്ടിയിട്ട് നമ്മൾ ഇരിക്കുക. പിന്നെ തള, ഈ തളയെ ഉപയോഗിച്ചിട്ടാണ് കള്ളി എത്തുക. ഇന്നത്തെ തള തെങ്ങുമ്പോൾ കയറാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഇന്നത്തെ തലമുറ നമ്മുടെ തയമ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ തോല് തടിക്കുന്നതായിട്ട്, കാലിന് തടിക്കുന്നതായിട്ട് തുണീൻ്റെ പാൻറ്റിൻ്റെ വക്ക് എടുത്തിട്ടാണ് കുറേ ആൾ, എല്ലാവരും അല്ല, കുറേ ആൾ ഉപയോഗിക്കുന്നത്. ഇപ്പം ഇതാണ്. ഇതാകുമ്പം തയമ്പ് കെട്ടൂല. അല്ലെങ്കിൽ ഈ ചൂടിയന്നെ ഇടുമ്പോൾ ഇങ്ങനെ കറുപ്പ് കളർ പോവും. അങ്ങനെ കാല് കയറലെല്ലാം ഉണ്ടാവും തയമ്പ് തടിച്ചിട്ടാകുമ്പോൾ. അതിനാണ് ഇത് ഉപയോഗിക്കുന്നത്. വേറെ സേഫ്റ്റി എന്ന് പറഞ്ഞത് ചൂടി തന്നെയാണ്. പിന്നെ ഇത് വെള്ളാരം കല്ല്. വെള്ളാരം കല്ല് എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ മുട്ടിയാൽ ഇനി നല്ല പൊടി പോവും. അങ്ങനെ വരച്ചിട്ട് മുട്ടിയാൽ പൊടി പോവും. ഇതാണ് കത്തി അണക്കാൻ ഉപയോഗിക്കുന്നത്. നമ്മുടെ ഭാഷ അണക്കൽ എന്നാണ് പറയാം. കത്തി അണക്കാൻ ഉപയോഗിക്കുന്ന സാധനമായത്. ഇതിലൊരു കട്ട വെച്ചിട്ട് ഇത് കുറച്ച് ഉയരത്ത് പൊന്തിക്കുക. ഇങ്ങനെ വെച്ചിട്ട് കത്തി അണക്കുന്നതിനും പഠിപ്പുണ്ട്. ഇങ്ങനെ ഇങ്ങനെ ആക്കുക.
ഇതൊന്ന് പാളിപ്പോയിട്ടെങ്കിൽ കൈ കഷ്ണമാവും. ആ ഇത് ആ നമ്മൾ ഷേവ് ചെയ്യുന്ന ബ്ലേഡ് അങ്ങനെയാണോ അതേപോലത്തെ മൂർച്ചയായിരിക്കും. രോമം കണ്ടോ? ആ എന്താ രോമം വരെ ഇങ്ങനെ വരും. ഒന്ന് പാളിയ വിരലുണ്ടാവില്ല. ഇത് കത്തിയിടുന്ന പിട്ടൽ എന്ന് പറഞ്ഞ സാധനം. ഇത് വലത്ത് ഭാഗം നമ്മൾ കെട്ടും. നല്ല മുറുക്ക കെട്ടണം. ഇത് കെട്ടുമ്പോൾ എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു എല്ലിൻ്റെ ഇതുണ്ട്. അതിൻ്റെ ഗ്യാപ്പ് തന്നെ കയറി വീട്ടിൽ ഭയങ്കര വേദനയായിരിക്കും കെട്ടിയാൽ. ഇതൊരു 1.5 മണിക്കൂർ 1 മണിക്കൂറിലും വേണ്ടി വരും കെട്ടി നിന്നാൽ. അത് കെട്ടിയാൽ പിന്നെ അനങ്ങൂല. ഗ്യാപ്പിൽ തന്നെ അങ്ങനെ നിൽക്കും. നമ്മുടെ സൈഡിൽ വരുന്നത്. പിന്നെ ഉണ്ടാന്ന് പറഞ്ഞ സാധനം. ഇത് വെള്ളം കൊല കഴുകാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. അത് ഈ സൈഡ് അടുത്ത ഭാഗം. കെട്ടുന്നതിനും ഇതുണ്ട്. നമുക്കിപ്പോൾ എന്തെങ്കിലും അപകടം പറ്റിയോ എന്തെങ്കിലും പറ്റിയില്ലെങ്കിൽ ആ കെട്ട് ഒരാൾ പിടിച്ച് വലിച്ചാൽ അയ്യൻ്റെ പരുവത്തിൽ നമ്മൾ കെട്ടുക. ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ വലിച്ചാൽ ഒറ്റ വലിക്ക് അയ്യുന്ന ഒരു രൂപത്തിലാണ് കെട്ടുക. ആ കത്തി ഇങ്ങനെ പിട്ടലിടും. പിന്നില്ല സാധനമാണ് കുറ്റി. ഇത് നമ്മളിങ്ങനെ ഈ കത്തീൻ്റെ ഇടക്കേ കൂടെ ഇങ്ങനെ ഇടും. മുറിയാണ്ട് അതിൻ്റെ ഇടക്കേ കൂടെ അങ്ങ് ഇടും. അവിടെ കത്തി അവിടെ പറയിക്കും. ഇതിലാണ് കള്ളയിക്കുക. ചത്തിയിട്ടാകുമ്പോൾ കള്ളയിക്കുന്ന സാധനം. ഇതിലത് വെള്ളം ഒഴിക്കും ഒരു പകുതി വരെ. അത് കൊല കഴുകാനും നമ്മുടെ കൈ നനക്കാനും വെള്ളം നനച്ചിട്ട് തെങ്ങിന് ഒരു പിടുത്തത്തിന് വേണ്ടിയിട്ട് ആക്കുന്നത്. പിന്നെയുള്ള സാധനമാണ് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട സാധനമാണ് കോലോട്ട് കോല് എന്ന് പറഞ്ഞ സാധനം. ഇത് കോലോട്ട് കോല്. ഇത് പശുവിൻ്റെ മുമ്പിലത്തെ കാലിൻ്റെ ഇതാണ് എടുക്കുക നമ്മൾ. ഓരോന്ന് ബാക്കിലത്തെ കാലിനാകുമ്പോൾ വണ്ണം അധികമായിരിക്കും, മുമ്പിലത്തെ കാലം വണ്ണം കുറവായിരിക്കും. അതിൻ്റെ അത് ഈയെന്ന് പറഞ്ഞ സാധനം കൊല്ലന്മാരുടെ കൊണ്ടുപോയി ഉരുക്കിയിട്ട് പോരും. ഇതാണ് ഈയെന്ന് പറഞ്ഞ സാധനം. അത് ഉരുക്കി പോർന്നിട്ട് ആണ് നമ്മൾ അടിക്കാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതാ കള്ള് ചെത്താൻ ഉപയോഗിക്കുന്ന സാധനം കുരുന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ പറമ്പ് പോയിട്ട് കാട്ടിൽ പോയിട്ട് പറിച്ചുകൊണ്ടിരുന്നതാണ്. ഇതാണ് നമ്മുടെ നാട്ടിൽ ഓരോരാൾ ചളിയാന്ന് ഉപയോഗിക്കുക. ഇതാണ് തെക്കോട്ടെല്ലാം ചളിയാ ഉപയോഗിക്കുക. നമ്മൾ ഇവിടെ ഇത് കിട്ടാനുള്ളതുകൊണ്ട് ഇതാ ഉപയോഗിക്കുക. ഇത് വരച്ച കള്ളാന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചളിയാകുമ്പം എന്ത് വന്നാൽ ചളി വയ്ക്കും. ഇതാകുമ്പോൾ മരുന്നിന് ഉപയോഗിക്കുന്ന സാധനമാണ്. നമ്മൾ പശക്ക് കൂടുതൽ പശ കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ ചെമ്പരത്തി എല്ലാം നമുക്ക് വേണ്ടപ്പെട്ട സാധനമാണ്. അത് മാത്രമേ ഉപയോഗിക്കൂ. പശ അതിൻ്റെ കൊലേൻ്റെ മുഖത്തിങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ പിടിപ്പിക്കണം. അല്ലെങ്കിൽ കള്ള് കൊലയറ്റേ കൂടെ താണിട്ട് തെങ്ങ് മോശമാവും. അതിനാണ് ഇത് ഉപയോഗിക്കുന്നത്. അതാണ് കുരുന്ന് എന്ന് പറഞ്ഞ സാധനം. അങ്ങനെയൊന്നുമില്ല, കുറച്ചേ വെക്കണ്ടു. ചെമ്പരത്തി കുറച്ചേ വെക്കണ്ടു. ഒരു 5-6 വെച്ചായി. പക്ഷേ കുരുന്ന് ഒരു മിനിമം ഒരു 10 തൈക്ക് വരക്കേണ്ട സാധനമാണ് ഞാനിപ്പം ഇതിനെ കൊണ്ടാക്കുന്നത്. അതിന് തണ്ട് എടുത്ത് കളയുക. ഇതിങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ മടക്കുക. കുറേ കൊരുന്ന് വെച്ചിട്ടാകുമ്പോൾ കിടക്ക് ചെമ്പരത്തി വെക്കുന്നുണ്ട്. ചെമ്പരത്തി അധികം കൂടുതൽ വെച്ചാൽ അങ്ങനെ കൊലേൻ്റെ മേലെ വരച്ചാൽ ഒഴുകിയിട്ട് പോകും. ഒഴുകി പുറകിന് പിടിച്ച് നിൽക്കണം. ഇത് കുരുന്ന് പറഞ്ഞാൽ ചള്ള് സാധനം ഉപയോഗിക്കില്ല. ഇത് നമ്മൾ കാട്ടിൽ കൊത്തി വെക്കും, കത്തിയെടുത്തിട്ട് പോയിട്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരാഴ്ച 2 ആഴ്ചയാകുമ്പോൾ തളിര് വരും. ഇത് സ്ത്രീകളും പിന്നെ ഇത് താളിയായിട്ട് ഉപയോഗിക്കും. കൊടുത്ത കുരുന്ന് താളിയായിട്ട് ഉപയോഗിക്കും. ചെമ്പരത്തിയും കാടും പശയായിരിക്കും. ഇതാ ഇത് ഇന്നലെ വരച്ചതിൻ്റെ ബാക്കിയാണ് നമ്മൾ വരച്ചത്. അന്നേരമാക്കും. 3 നേരമാണ് നമ്മൾ ചെത്തുക. ആ 3 നേരം മാറ്റി പഴയത് ഉപയോഗിക്കൂല. ഒരു പ്രത്യേക രീതിയിൽ മടക്കിയിട്ട് തണ്ടെല്ലാം കളഞ്ഞതാ. ഇതേ ഒരു ബോൾ പോലെ ആക്കി മടക്കി ഇങ്ങനെയാക്കി ഈർക്കൽ കുത്തുക. ഈർക്കൽ കുത്തുന്നതിനും കണക്കുണ്ട്. ഒരു ലെവലിൽ കുത്തിയിട്ടേ അങ്ങ് ഏഡിങ് ആയിപ്പോവും.
കുത്തി പണ്ട് ഓലേൻ്റെ ഇതെടുത്തിട്ട് കെട്ടും. ഇന്ന് പുതിയ തലമുറ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നു. പ്രത്യേക കെട്ടാണ്, സാധാരണ കെട്ടൊന്നും ആയിരിക്കില്ല, പ്രത്യേക കെട്ടാണ്. എടുത്ത് മേലെ എടുത്ത് ഇങ്ങനെ കൊടുക്കി. ഇതത്ര മുറിക്കാലും ഇത് കുരുന്ന് മുറിഞ്ഞ് വരുന്നതിനാണ് ഇത് ലൂസാവില്ല. ഇത് പ്രത്യേക കെട്ടാണ്. ഒന്നും വേണ്ട, അങ്ങനൊരു കെട്ട് കൊടുത്താൽ അനങ്ങൂല. പിന്നെ എന്നിട്ട് ഇത് ലെവലിൽ മുറിക്കും. ലെവലിൽ മുറിച്ചിട്ട് ഇതിന് തറിയിടും. നമ്മൾ വരയാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ വെള്ളത്തിലിട്ടാൽ വെള്ളം കൂട്ടി വരക്കുമ്പോൾ നല്ല ചന്ദനൻ്റെ ഇതേപോലെ ഉണ്ടാവും. പിന്നെ പണ്ട് ഓലേനെ കൊണ്ട് തന്നെയാണ് കൊല വരിക. അത് പറഞ്ഞാൽ ഇപ്പം ഈ കയറ് ഉപയോഗിച്ചിട്ട് നമ്മൾ കൊല വരിക. അതും കെട്ടുന്നതിന് കണക്കുണ്ട്. കൊലക്ക് ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ കെട്ടുക. ഇത് ബാറായപ്പിന് ഇത് അയ്യൂല. കൊല കീറിപ്പോന്നേറ്റ് ആണ് അത് ഉപയോഗിക്കുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ കെട്ട്. ഇതിന് തല കെട്ടിയിട്ട് ഇങ്ങനെ എത്രയും മുറുക്കാം. പണ്ടത്തെ അവർ പാനി മാത്രമേ ഉപയോഗിക്കല്. ഇപ്പം എന്ന് പറഞ്ഞാൽ കൊല കയ്യാനാകുമ്പോൾ ഞെട്ട് എന്ന് പറഞ്ഞ സാധനമാവും. ആ ഞെട്ടിൻ്റെ വില പാനിയിട്ടാലും പോലെ തന്നെ മട്ടിൽ വന്നിട്ട് വീഴുന്നതായിട്ട് പുതിയ തലമുറ കണ്ടുപിടിച്ചാണ് ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ കുറിച്ചിട്ട് കൊലക്കിടൽ. ഇത് പ്ലാസ്റ്റിക് ഇടൽ കള്ള് വളരില്ല. പാനി തന്നെ ഏറ്റവും നല്ലത്. പക്ഷേ പാനി വീണ് പോകുന്നതായിട്ട് ചെയ്യുന്നത് ഇവിടെ ഒരു ഹോളാക്കിട്ടല്ലേ? അവിടെ ഒരു ഹോളാക്കിയിട്ട് ഏറ്റിനെ പറ്റിയിട്ട് പറയാനില്ലത്. അപ്പോൾ ഇത് സാധനങ്ങളെല്ലാം എടുത്തിട്ട് സുനിയേട്ടൻ ഏറാൻ പോവുമെന്ന്. നമുക്കും കൂടെ തന്നെ പോവാം. ഇനി നമുക്ക് തെങ്ങിൻ്റെ മുകളിലത്തെ കാഴ്ചകളെല്ലാം കാണാം. ഒരു വെള്ളം ഒഴിക്കരുത്. കൊല കഴുകാനും നമ്മുടെ കാലും കൈ നനക്കാനും. സുനിയേട്ടാ, കള്ളെടുത്തു, ഇനി എന്നാ ചെയ്യുക? ഇതിൻ്റെ കണ്ണിക്ക് കൊള്ളാണ്ട് ഇതിൻ്റെ പല പാണ് പൊളിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ വാടിയ ഓലയെ കൊണ്ട് ഇതിൻ്റെ തന്നെ തെങ്ങിൻ്റെ തന്നെ ഓല എടുത്തിട്ട് ഒരു എൽ ഷേപ്പിൽ വെക്കുക. നമ്മളെ ഭാഷയിൽ ഇതിന് തുളിയോല എന്ന് പറയും. തുളി എന്ന് പറഞ്ഞാൽ കള്ളിൻ്റെ തുളിയാന്ന് പറയുന്നത്. തുള്ളിക്കാന്ന് നമ്മൾ തുളി എന്ന് പറയുന്നത്. അതിൻ്റെ ഈർക്കൽ കളഞ്ഞിട്ട് നേർപ്പിച്ചിട്ട് എൽ ഷേപ്പിൽ കള്ള് പാനിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഓല ഇന്ത്യ തന്നെ എടുക്കുക. തെങ്ങിൻ്റെ ഓല തന്നെ. ഓരോരാൾ പച്ചാല കൊടുക്കും, ഓരോരാൾ ഓല വാട്ടിയിട്ട് കൊടുക്കും. കൊല നല്ല മുറുക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഓല കൊടുക്കുന്നത്. പാനിയിലേക്ക് കള്ള് വരാൻ നല്ല ടൈറ്റാണ്. ടൈറ്റിൽ കള്ള് കണ്ടയിലേക്ക് പോവും. കണ്ടയിലേക്ക് പോയാൽ തെങ്ങ് തലതെറിക്കും. ആണ് ഓല കൊടുക്കുന്നത് പറയുന്നത്. ഓരോരാൾ ഓരോ ഓല കൊടുക്കും, ഓരോരാൾ 3 ഓല കൊടുക്കും. എന്നാൽ 3 ഓല കൊടുക്കിയാൽ 2 ദിവസത്തേക്ക് ഒന്നും പണി ഉണ്ടാവില്ല. തെങ്ങുമ്പിൽ അരിഞ്ഞിട്ട് കുരുന്നരച്ചിട്ട് ചെയ്യണം. ഇപ്പോൾ നമ്മളിത് ഇല ഷേപ്പിലാക്കിയത്. അല്ലാതെ അതങ്ങ് മുറിച്ചിളക്കുക, നേർങ്ങനെ അരിയുക. നല്ല തെളിഞ്ഞ കൊലയാണെങ്കിൽ നേർങ്ങനെ അരിയുണ്ട്. ഇപ്പം പാനിയിലേക്ക് പോകേണ്ട ഒരു ഷേപ്പ് മാത്രമാക്കി. ഇത് എന്തിനാ ഉപയോഗിക്കുന്നത്? കള്ള് വരാനാ? ഇതിനെക്കൊണ്ട് കള്ള് വരാൻ വേണ്ടിയിട്ടല്ല. ഈ കൊലേൻ്റെ ഇങ്ങനെയുള്ള കണ്ണീൻ്റെ ഗ്യാപ്പിൽ കള്ള് താഴ്ന്നായിട്ട് വരച്ച് ഇതിൻ്റെ മേലെ പിടിപ്പിക്കുന്നതില്ല. കള്ള് പാനിയിലേക്ക് വരാൻ വേണ്ടിയിട്ട്. വേറെ കള്ള് ഉണ്ടാക്കാൻ വേണ്ടിയില്ല. ഇതാണ് ഉരുന്ന്. ഇതിൽ നിന്നിങ്ങനെ പച്ച വെള്ളം പോലത്തെ സാധനമാണ് ഈ കൊലേൻ്റെ മേലേന്ന് വരിക. വിറ്റുക അത് കണ്ടാത്തിരി നിങ്ങൾ വിറ്റുന്നുണ്ടാവും. പച്ചവെള്ളം വിറ്റുക. അത് പാനിയിൽ കുറേ സമയം നിൽക്കുമ്പോൾ മാത്രമാണ് വെള്ള കളർ ഉണ്ടാകുന്നത്. കള്ളാകുന്നതും മൺപാനിയിൽ വീഴുമ്പോൾ മാത്രമാണ് പച്ച വെള്ളം പോലെ മധുരമില്ലൊരു വെള്ളമാണ് തെങ്ങിൻ്റെ കൊലയെന്ന് വരുന്നത്. അതാണ് കള്ള്. കൊല അടിക്കുന്നതും അതിന്റെ പാകവും അതെല്ലാം എങ്ങനെയാണെന്നറിയാ?
ചിങ്ങമാസമാണെങ്കിൽ ചിങ്ങത്തിൽ നമ്മൾ പുതിയ തെങ്ങ് എടുക്കും. 6 മാസമാണ് നമ്മുടെ നാട്ടിലടിക്കൽ. 6 മാസം ഒരു തെങ്ങ് ചെത്തും, പിന്നെ വീണ്ടും 6 മാസം ചെത്തുക ചെയ്യുക. അപ്പോൾ ചിങ്ങത്തിലടിക്കുന്ന കൊലേൻ്റെ ഭാഗം ഓതരി ചോറിൻ്റെ ഭാഗമാണ്. നമ്മൾ ചോറിൻ്റെ ഭാഗം നോക്കിയിട്ട് അതേപോലത്തെ ചോറ്റുഭാഗം അടിക്കുക. പിന്നെ അടിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഇതാണ്. കൊലക്ക് അടി വീണിട്ട് കൊല ബന്ധാലേ ഇതിന് കള്ള് വരും. അപ്പോൾ ഇത് ഒരു 1/2 കിലോ കനമുണ്ടാവും. അതിനെ കൊണ്ട് ഈ 2 സൈഡിലും നമ്മളൊരു 10 മിനിറ്റ് ഇതേപോലെ ഈ പൊസിഷനിൽ ഇങ്ങനെ അടിക്കണം. അപ്പുറം ഇപ്പുറം ഇങ്ങനെ ഒരു 10 മിനിറ്റ് അടിക്കണം. 2-3 കൊല അടിക്കുമ്പോൾ കൈ കടച്ചിലാലും വരും. ഇങ്ങനെ അടിക്കണം. കൊലയിൽ പൊസിഷൻ മാറ്, അങ്ങോട്ട് വലിയേറ് ഇങ്ങോട്ട് വലിയേറ്, ഏത് ഭാഗത്തേക്കും വലിയേറ്, ഇതേ പൊസിഷനിൽ ഇങ്ങനെ അടിക്കുക. ഒരു 10 മിനിറ്റ് കൊല അടിച്ചിട്ട് ഓരോരാൾ ഇന്നടിച്ചാൽ നാളെ അടിക്കൂല, മറ്റന്നാൾ അടിക്കും. കൊലയൊന്ന് സ്റ്റീമാകുമ്പോൾ സ്ട്രോങ് ആയിട്ട് പദം വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെക്കുന്നത്. പിന്നെ അതിനൊരു 2 കെട്ട് കൊടുക്കും. നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ കൊല, അതായത് പൊതമ്പക്കാൻ പാടില്ല. വരമ്പക്ക നമ്മളെ ഭാഷയിൽ പൊതമ്പക്കറ് എന്ന് പറയും. ഇവിടെ കെട്ട് കൊടുക്കും. ഒരു 10 മിനിറ്റ് അടിക്കുക ഒരു ദിവസം. 10 മിനിറ്റിൽ 5 മിനിറ്റ്. അത് നല്ല തൈൻ്റെ പൊതം പോലെയാണ്. നല്ല പൊതുവിലെ തൈക്ക് നല്ലോണം അടി വേണം. ആ പൊതുവിലെ തൈക്ക് ഇങ്ങനെ അടിച്ചിട്ട് 2-3 കെട്ട് കൊടുക്കും. പിന്നെ നമ്മൾ നാളെയും കഴിഞ്ഞ് മറ്റന്നാൾ ഇത് ആദ്യം ഒരടി അടിച്ചിട്ട് മുറിക്കും. എന്നിട്ട് 3 ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ ഇതിൻ്റെ കത്തീൻ്റെ പിടി, കൊലക്കത്തി ഇതിൻ്റെ തല മുറിച്ചിട്ട് ഇങ്ങനെ കുനിക്കും. ഒരു 3 ദിവസം ഇങ്ങനെ കുനിക്കും. അത് ഈ തെങ്ങിൻ്റെ ഉരം കുറയാൻ വേണ്ടിയിട്ടാണ്. ഇന്നലെ കൊലക്ക് പൊതം കുറയിലും ഇന്നലെ കള്ളു വീഴും. എന്നിട്ട് 3 ദിവസം കുനിച്ചിട്ട് 3 ദിവസം കൂടി അരി ഇങ്ങനെ ചെത്തണം. പിന്നെ എപ്പം രാവിലെയും വൈകുന്നേരം. അന്നേരം ഇന്ന് കൊലയിൽ ഇങ്ങനെ തുളി വരും. തുളി എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചസാര വെള്ളം പോലത്തെ സാധനം, അതാണ് കള്ള്. അത് കണ്ണ് രോഗമായ കണ്ണിന് വരെ വിറ്റിക്കുക, അത്രയ്ക്ക് ഔഷധമാണ്. പിന്നെ കള്ളിനെ കൊണ്ടല്ല ആരും മദ്യപാനം എന്ന് പറഞ്ഞിട്ട് കള്ള് പണ്ടില്ലവർ വന്ന് മുലപ്പാൽ കഴിഞ്ഞാൽ കൊലപ്പാലാണ് കൊടുക്കുകയാണ്. കള്ളിനെ കൊണ്ട് വേറെ ഒരു ദോഷവും ഉണ്ടാവില്ല. തോന്ന വെള്ളം അടിച്ചിട്ട് ഇത് കള്ളു കുടിച്ചിരുന്ന ആള് പറയാം. കള്ളിന് പേരുണ്ടാവില്ല, അത്രയ്ക്കും നല്ല സാധനമാണ്. പറഞ്ഞത് ശരിയാണ് കേട്ടാ. അപ്പോൾ ഒരു ദിവസം എത്ര നേരമാണ് ചെത്തല്? ഒരു ദിവസം 3 നേരമാണ് ചെത്തുക. രാവിലെ, ഉച്ചക്ക്, വൈകുന്നേരം. അപ്പോൾ ചെത്താ 2 നേരം ചെത്തുന്നവരുണ്ട്. എന്തെങ്കിലും ആവശ്യം 2 നേരം ചെത്തിയത് കുറച്ച് കള്ള് കുറയുന്നതിലും. പിന്നെ ഈ മഴക്കാലത്ത് സമയത്ത് ഷാപ്പിൽ കള്ള് അത്ര വേണ്ടി വരില്ല. ഒന്ന് സാമിയാര സീസൺ സമയം കള്ളധികം ചിലവാകൂല. അതുകൊണ്ട് 2 നേരം വരെയൊക്കെ ചെത്തൂലും. അപ്പോൾ ഒരു തെങ്ങുമെന്ന് എത്ര ലിറ്റർ കള്ള് കിട്ടും? തെങ്ങുമെന്ന് 2 നേരമാണ് വാർക്കുക. 5 ലിറ്റർ കള്ള് കിട്ടുന്നുണ്ട്, 2 ലിറ്റർ കള്ള് കിട്ടുന്നുണ്ട്. അത് ഓരോ തെങ്ങിന്റെ ഇതുപോലെ ഇരിക്കും. നല്ല തെങ്ങിന്, നല്ല കള്ള് കിട്ടുന്ന തെങ്ങിന്, നമ്മൾ കള്ള് കിട്ടുന്ന തെങ്ങ് 500 തെങ്ങാണ് നമ്മളധികം കൂടുതലും കള്ള് കിട്ടുന്ന കാണുന്നു. പിന്നെ നാടൻ തൈ, പണ്ടത്തെ നാടൻ തൈക്കും കള്ള് കിട്ടുന്നുണ്ട്. നമ്മളെ ഇവിടെ പൂവോട് എന്ന് പറഞ്ഞ പ്രദേശം ടാപ്പിംഗ് ഏരിയയാണ്. തോടും പുഴയെല്ലാം ഇല്ല, ആടെയാണ് ചെത്തുക. പിന്നെ ചിങ്ങത്തിൽ ഉപ്പുവെള്ളം കയറുന്നെടുക്കുകയും ചെത്തും. ഉപ്പുവെള്ളം കയറിയിട്ടാണ് നമ്മൾ കരക്കോട്ടന്ന് ചെത്തുക. അപ്പോൾ കരക്കോട്ടെ കള്ളിടും. ഉപ്പുവെള്ളം വന്നാൽ കള്ള് കുറയും. അതുകൊണ്ട് കരക്ക് 25 ലിറ്റർ കള്ള തന്നാൽ ഒരു മാസം ഒരു 55,000 രൂപ മേടിക്കാനുണ്ട്. പിന്നെ ഫണ്ടിൽ ഇതിൻ്റെ ഒരു 5,000 രൂപ ഫണ്ടിൽ പോകും. അത് വയസ്സാകുമ്പോൾ ഒരു 5-10-15 ലക്ഷം രൂപ ഒരു 60 വയസ്സ് തിരിയുമ്പോൾ കിട്ടും. മോശമല്ലാതെ ഒരു ജോലിയാണ്. പക്ഷേ നമുക്ക് പെണ്ണ് കിട്ടുന്നില്ല. ഇതൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിലെ കള്ളുചെത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക.
എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് എന്തൊക്കെ തെറ്റുകളുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകാൻ പറ്റത്തുള്ളൂ. മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയറും കൂടി ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇത്രയും നേരം നിങ്ങൾ ഈ വീഡിയോ കണ്ടതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ വെറൈറ്റി വീഡിയോസുമായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റ ബൈ ബൈ.